നമസ്കാരം, ഞാൻ ഡോക്ടർ രമ വേണുഗോപാൽ. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലോക്കോമയെ പറ്റിയിട്ടാണ്. വേൾഡ് ഗ്ലോക്കോമ വീക്ക് മാർച്ച് 9 to 15 ആചരിക്കുകയാണ്. ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഒരു സൈലൻറ്റ് കില്ലർ ഓഫ് സൈറ്റ് എന്നാണ് പറയുക. അത് കുറേശ്ശെയായിട്ട് ഞരമ്പിനെ ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ചയെ ഇല്ലാതാക്കുന്ന ഒരു തരം അസുഖമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പേഷ്യൻറ്റിന് ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായി എന്ന് വരില്ല. ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോഴോ പ്രഷർ കൂടുതലുണ്ടെന്ന് പറഞ്ഞ് പരിശോധിക്കുമ്പോഴോ മാത്രമേ ഈ ഒരു അസുഖത്തിനെ പറ്റി അറിയുള്ളൂ. പേഷ്യൻ്റായിട്ട് അറിഞ്ഞു വരുമ്പോഴേക്കും വല്ലാതെ വൈകിയിരിക്കും. കണ്ണിനൊരു പ്രഷറുണ്ട്. കണ്ണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാവുന്ന ഒരു ഗോളമാണല്ലോ, അതിൻ്റെ ഉള്ളിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാവുന്ന ഒരു പ്രഷർ. അത് ഓരോരുത്തർക്കും വേറെ ആയിരിക്കും. പണ്ടത്തെ കാലത്തൊക്കെ പ്രഷർ കൂടുതലെന്നും പറഞ്ഞ് ചികിത്സിക്കുകയായിരുന്നു പതിവ്. ഇന്നിപ്പോൾ അതല്ല. നമ്മൾ കണ്ടുവരുന്ന പ്രഷർ കൂടുതലുള്ളവർക്കും ഞരമ്പിലേക്ക് കേടുണ്ടാവാറില്ല. പക്ഷെ വളരെ കുറഞ്ഞ ലെവലിൽ പ്രഷർ ഉള്ളവർക്കും ഗ്ലോക്കോമയുടെ ചേഞ്ചസ് ഞരമ്പിലേക്ക് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം പക്ഷേ കണ്ണിൻ്റെ പ്രഷർ കൂടുതലുള്ളവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു മാത്രം. അപ്പോൾ അതുകൊണ്ട് പ്രഷർ ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. അത് 15 to 21 millimeters എന്നാണ് പറയുകയെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ഓപ്റ്റിക് നെർവിൽ വരുന്ന ഡാമേജിനനുസരിച്ചാണ് പ്രഷർ ഓരോരുത്തർക്കും നമ്മൾ നിശ്ചയിക്കുന്നത്. ഇത്ര പ്രഷറിൽ നിൽക്കണം. അത് എങ്ങനെ എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡ് അല്ല. അപ്പോൾ അത് ഡോക്ടർമാർ നിങ്ങളോട് നോക്കിയിട്ട് നിങ്ങളുടെ പ്രഷർ കൂടുതലാണോ കുറവാണോ എന്ന് അതിനനുസരിച്ചാണ് തീരുമാനിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് നേരത്തെ കണ്ടുപിടിക്കുക, അതിനുള്ള ചികിത്സ ചെയ്യുക. എന്താ വെച്ചാൽ തിമിരം മാതിരി അല്ല ഗ്ലോക്കോമ. തിമിരം എത്ര മൂത്താലും ഓപ്പറേഷൻ ചെയ്ത് കാഴ്ച തിരിച്ചു കിട്ടും. പക്ഷെ ഗ്ലോക്കോമയിൽ ഉണ്ടാകുന്ന ആ ഒരു അന്ധത നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. അത് ഇറിവേഴ്സിബിൾ എന്ന് പറയും. അതുകൊണ്ട് നേരത്തെ തന്നെ അറിഞ്ഞ് ചികിത്സിക്കാൻ തുടങ്ങിയാൽ അതിന് നമുക്ക് അവിടെ പിടിച്ചു നിർത്താനും കൂടുതൽ പ്രോഗ്രഷൻ ഇല്ലാതെ കൊണ്ടു നടക്കാനും പറ്റും. ഇതിന് ശരിയായ ഫോളോ അപ്പും പറയുന്ന മരുന്നുകൾ ശരിയായ രീതിക്ക് ഇടലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഫാമിലിയിൽ ഗ്ലോക്കോമ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ സ്ക്രീൻ ചെയ്ത് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ്. 40 വയസ്സിന് മുകളിലുള്ളവർ ഒരു സാധാരണ ചെക്കപ്പ് ചെയ്യുന്ന മാതിരി ഐ ചെക്കപ്പ് ചെയ്താൽ ഇതിൻ്റെ സാധ്യത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുമാതിരി തന്നെയാണ് വേറെ അസുഖങ്ങൾ, ഡയബറ്റിസ്, BP, കണ്ണിന് ഷോർട്ട് സൈറ്റ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണിന് അടിപറ്റുക, ഇങ്ങനെയുള്ള കൂട്ടർക്കൊക്കെ ഇതുണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടറിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നാൽ ഇതിൻ്റെ ഒരു ദൂഷ്യഫലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പല ടെസ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിന് ഫീൽ ടെസ്റ്റ്. ഗ്ലോക്കോമയിൽ വരുന്ന സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് കുറഞ്ഞു വരിക. അത് നമുക്ക് പലപ്പോഴും അറിയില്ല. വളരെ കുറഞ്ഞ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന ആ ഒരു ലെവൽ ട്യൂബുലാർ വിഷൻ എന്ന് പറയും. അങ്ങനെ കുറഞ്ഞ അത്രയും ആകുമ്പോഴേ പേഷ്യൻ്റ് അറിയുള്ളൂ. അപ്പോൾ ഈ ഫീൽഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഫീൽഡ് ടെസ്റ്റ്, കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ തിക്നെസ്, അതുപോലെ തന്നെ നെർവിൻ്റെ സ്കാൻ, വളരെ നേരത്തെ തന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണത്. അതെല്ലാം ഇവിടെ ട്രിനിറ്റി ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ആ ടെസ്റ്റുകൾ വെച്ച് നമുക്ക് ഇത് അസുഖം ഉണ്ടോ, അത് ഏത് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, ഏത് തരം മരുന്ന് വേണം, അതോ മരുന്നിൽ ഒതുങ്ങാത്ത പ്രഷറും കാര്യങ്ങളും ഉണ്ട്, പിന്നെയും പ്രോഗ്രഷൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ട സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു പ്രത്യേക ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കും. ഇതിൽ പിന്നെയും ഞാൻ എടുത്തു പറയുകയാണ്, മരുന്നുകൾ ഒരിക്കലും ഞാൻ പറയാറുണ്ട് പേഷ്യൻസിൻ്റെ അടുത്ത്, നിങ്ങൾ ഭക്ഷണം മറന്നാലും വിരോധമില്ല, മരുന്ന് മറക്കരുത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലറായിട്ടുള്ള ഫോളോ അപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.